നൊലോച്ചിട്ടൊന്നൊരു കാര്യം ഉണ്ടാവില്ല. ഹസ്രജിക്ക് മുടി നൽകിയത് ഞാൻ തന്നെയാണ് എന്ന് ജാലിയാവാല പറഞ്ഞത് ഞങ്ങൾ കഴിഞ്ഞ തവണ കാണിച്ചതാണ്. അത് വീണ്ടും കാണിക്കേണ്ട ആവശ്യമില്ല. അതിനെ സംബന്ധിച്ചുകൊണ്ട് ഇവര് തൊടാതെ പോവുകയും ചെയ്തു. ഇനി മറ്റൊന്ന് കൂടി കേൾപ്പിച്ചു തരാം. ഞങ്ങൾക്ക് എവിടെ നിന്നാണ് മുടി കിട്ടിയത്, എവിടെ നിന്നാ ഇയാൾക്കത് കിട്ടിയത്? മതി. എവിടെ നിന്നാണ് ഇയാൾക്ക് കിട്ടിയത്? ഇവിടെ നിന്ന് വായിച്ചതായ പരമ്പരയെ പറഞ്ഞത് എന്താ? ഇഖ്ബാൽ വലി ജാലിയാവാല, ഗുലാം അബ്ദുൽ ഖാദിർ ജീലാനി, അങ്ങനെ അഹ്മദുൽ ഖാദിരി, അബ്ദുല്ലാഹിൽ ഖാദിരി, ഖാദിരിയ തരീഖത്തിന്റെ സിൽസില മൂപ്പര് പറയുന്നത് കേട്ടോളി. ജലാലുദ്ദീൻ ഉസ്മാൻ എന്ന് പറയുന്ന തന്റെ പിതാമഹനിൽ നിന്നുകൊണ്ടാണ് തനിക്ക് മുടി കിട്ടിയത് എന്ന് ഇഖ്ബാൽ വലി ജാലിയാവാല എന്ന് പറയുന്ന കാന്തപുരത്തിന്റെ ഷെയ്ഖ്, കാന്തപുരത്തിന്റെ മുർഷിദ് പറയുന്നു. അതൊന്ന് കേൾക്കുക. അപ്പൊ ആവശ്യമുള്ള മാത്രം ഇട്ടുള്ളൂ. നിങ്ങൾ ഇനി നിഷേധിക്കില്ല അല്ല എന്നപ്പോ ഓരോന്ന് ഇങ്ങനെ ഇട്ടുതരാ. ജലാലുദ്ദീൻ ഉസ്മാൻ എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ചുകൊണ്ട് ഇത്രേതിന്റെ ആവശ്യമില്ല. നിങ്ങളെ മുഷാവർക്ക് എന്താ പണി? ഇവിടെ വന്നുകൊണ്ട് ഇന്നലെ ഒരു സാധനം പറഞ്ഞ എന്താ, ഞങ്ങൾ ക്യാമ്പസിലെ കുട്ടികളെ നവീകരിക്കുക. ഏത് ഈ ഒലക്കമ്മല ഈ വെള്ളവും കൊടുത്തുങ്ങാണ്ട് കുട്ടികളെ മുഴുവനും വെള്ളവും കുടിപ്പിച്ച് ഫ്ലക്സ് ബോർഡും വെപ്പിച്ച് പൈസ വിരിപ്പിക്കാൻ നടക്കുക. എന്നിട്ട് ഓല് പറയാണ് SSF-ന് വേറെ പണിയുണ്ട്, SYS-ന് വേറെ പണിയുണ്ട്, നിങ്ങളെ മാതിരി ഇതുമായിട്ട് നടക്കലല്ല. അതാ മറുപടി. ആണത്തമുണ്ടെങ്കിൽ SYS പ്രതികരിക്കട്ടെ, SSF പ്രതികരിക്കട്ടെ, മുഷാവറ പ്രതികരിക്കട്ടെ. മുഷാവറ പ്രതികരിക്കാതിരുന്നപ്പോഴാണല്ലോ പാവം സാധു കാന്തപുരം മുസ്ലിയാര് മാത്രം മറുപടി പറയാൻ ഇറങ്ങി. നിങ്ങൾ ആരുമില്ല പാടില്ല, ഞാൻ പറഞ്ഞോളാന്നും പറഞ്ഞങ്ങാണ്ട് മൂപ്പര് വന്നങ്ങാണ്ട് കളിയാട്ടുമുക്ക് പ്രസംഗിച്ച പ്രസംഗം ഞാൻ ഫസ്റ്റ് ഇട്ടെന്ന്. ആരുമില്ല. മുഷാവറയിൽ പെട്ടതായ ഒരൊറ്റ ആളും പണ്ട് പേരോടുണ്ടായും, പേരോട് ദുബായി പോയി എന്നാൽ ഇപ്പൊ മൂപ്പരെയും കാണാനില്ല. ഇപ്പൊ ഇയാള് മാത്രം ഇങ്ങനെ പറയാം. എന്നിട്ട് അവസാനം ചില ഈ കുട്ടികളെ ഇറക്കി വിട്ടിരിക്കുന്നു. പഴയ കടലാസിലുള്ള പുതിയ നുസ്ഖയെന്ന് പുതിയ പേപ്പറിലൊക്കെ പകർത്തി കൊടുത്തിട്ടുണ്ട്. എന്താ ആ പേപ്പർ എന്നല്ല നിങ്ങളെ കണ്ടില്ല വിചാരിക്കണം. അതൊക്കെ ഞങ്ങൾ കണ്ടുപിടി റെഡിയാക്കി. സൗണ്ട് വേണ്ട, ആ പേപ്പർ ഒന്ന് കണ്ടോളി. ആ പഴയ പേപ്പർ മൂപ്പരെ കയ്യിൽ ആ ചുരുട്ടിപ്പിടിച്ച ശീല, അതിലൊരു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന പേരുണ്ട്. ഇതിങ്ങനെയൊക്കെ ഇങ്ങനെ പരമ്പരാഗതമായിട്ട് കിട്ടിയതാന്ന് പറയുന്നത്. ഇതിന്റെ അപ്പുറം ഒരു സാധനം അദ്ദേഹത്തിന്റെ അടുക്കലില്ല. പിന്നീട് ഇവർ ചെയ്യാനുള്ള ഒരു സാധ്യത നമ്മൾ അനുമാനിച്ചിരുന്നത് ഈ സാധനം കൊണ്ടുപോയിട്ട് മൂപ്പരെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള നീക്കമായിരുന്നു. അത് സത്യത്തിൽ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇരിക്കട്ടെ. അപ്പോ ഇങ്ങനത്തെ പഴയ സാധനം ഞങ്ങൾക്ക് അത് പകർത്തി തന്നിട്ടുണ്ട് എന്ന് പറയല്ലേ. പകർത്തി തന്നിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതങ്ങോട്ട് വായിക്കും നിങ്ങൾ. അന്ന് പഴയതും ഇതുമായി വളരെ വ്യക്തമായ അന്തരമുണ്ട്. അതാന്നേരം വായിക്കാണ്ടെന്ന്. അല്ലാതെ സാധനങ്ങൾ ഞങ്ങൾക്കൊക്കെ മെയിലിൽ കിട്ടിയതാ. ടെലിഫോൺ വിളിച്ചാൽ പറഞ്ഞു കൊടുക്കൂല. സനത് ഇപ്പൊ മെയിലിൽ കൂടി അയച്ചു കൊടുക്കും. അങ്ങക്ക് വേണ മെയിൽ ഐ ഡി എന്ന് ഞാൻ ഇങ്ങനെ പാസ് ചെയ്ത് തരുന്നുണ്ട്. ഈ ബറക്കാത്തിയുടെ കയ്യിൽ കൂടി കിട്ടിയതായ ഈ മുടിന്റെ സനത് ഇങ്ങനെ മെയിലിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇരിക്കട്ടെ, ഈ സാധനം അതാണെങ്കിൽ അതെന്താ അതങ്ങ് വായിച്ചാ പോലെ. ഇന്നലെ എന്തേ എന്നിട്ട് അത്തരത്തിലുള്ള ഒരു കളി കളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി അങ്ങനെ മാറിപ്പോയത്. എന്നിട്ട് നമുക്കില്ലാത്ത വാദം അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുക. സംവാദം എന്ന് പറഞ്ഞിട്ട് വലിയ ജോറിൽ കുട്ടികളെ ബോധിപ്പിക്കാൻ വേണ്ടി കടന്നു വരൂ. എന്നിട്ട് എന്തോ ഞമ്മക്കില്ലാത്ത വാദം ഞമ്മക്കുണ്ട്, നിങ്ങൾ സമ്മതിക്കണം. നമ്മളെ വാദം ഓലാണല്ലോ പറയേണ്ടി. എന്താ വാദം? നമ്മളെ വാദം എന്താ? അതൊന്ന് ഇട്ട് കൊടുക്ക്. സനത് കാണണമെന്നല്ലേ പറഞ്ഞത്? ഞാൻ അങ്ങോട്ട് വരാം. സനത് കണ്ട് ബോധ്യപ്പെട്ടാലേ സ്വീകരിക്കൂന്നല്ലേ? നിങ്ങൾ സനത് കണ്ട് ബോധ്യപ്പെട്ട എവിടുത്താലും കുഴപ്പമില്ല. വെല്ലൂരിലായാലും കുഴപ്പമില്ല, സുഡാനിലായാലും കുഴപ്പമില്ല, കാശ്മീരിലായാലും കുഴപ്പമില്ല. കുട്ടികൾ സനത് കണ്ട് ബോധ്യപ്പെട്ട ഒരു തിരികേശം ഹാജരാക്കാൻ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. സനത് കണ്ട് ഞമ്മക്ക് ബോധ്യം വന്നാൽ മാത്രമേ എല്ലാ തിരികേശവും സമ്മതിക്കൂ. അങ്ങനെ ആരാ വാദം ഉന്നയിച്ചു? ഞമ്മക്കില്ലാത്ത വാദം പണ്ട് മുജാഹിദുകളൊക്കെ പറയാറുണ്ടായി. മേപ്പിക്കാർ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാൽ ഞമ്മക്കില്ലാത്ത വാദം കൊണ്ടുപോയി അങ്ങോട്ട് അടിച്ചേൽപ്പിച്ചിട്ട് അത് തങ്ങളെ വാദം എന്ന് സമ്മതിപ്പിക്കാറാണ് പതിവ്. അതാപ്പം നടക്കുന്നത്. അനുഭവമാണല്ലോ ഏറ്റവും വലിയ ഗുരു. നമുക്ക് മനസ്സിലായി ഇവരുടെ വാദഗതി അത് തന്നെയാണ് എന്ന്. ചേളാരിക്കാര് സനത് കണ്ട് ബോധ്യപ്പെട്ടാൽ മാത്രമേ തിരുശേഷത്തിന് അംഗീകരിക്കാൻ പറ്റുള്ളൂ, അല്ലാത്തതൊക്കെ വ്യാജമാണ്, അത് മാത്രമാണ് അസലുള്ളത് എന്ന് ആരാ വാദം ഉന്നയിച്ചത്? അത് എന്നിട്ട് തൃശ്ശൂർ വെച്ചുകൊണ്ട് സംവാദം ഉണ്ടാക്കുവാൻ വേണ്ടി കടന്നു വന്നു. ആ തൃശ്ശൂർ സംവാദ വ്യവസ്ഥകൾ ഉണ്ടാക്കുവാൻ വേണ്ടി കടന്നു വന്ന് അതിൽ നിന്നുകൊണ്ട് അവസാനം ആ വ്യവസ്ഥകൾ ഉണ്ടാക്കുവാൻ വേണ്ടി കടന്നു വന്നിട്ട് അവസാനം അതിൽ നിന്നുകൊണ്ട് രക്ഷപ്പെടുവാൻ കാണിച്ചതായ കുതന്ത്രങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാം. ആ എഗ്രിമെന്റിൽ വളരെ വ്യക്തമായി കൊണ്ട് പറഞ്ഞത് എന്താണെന്നറിയോ? SSF-കാർ ഷഹറെ മുബാറക്കാണെന്ന് SSF SYS പ്രവർത്തകർ പറയുന്നതും വിവാദമുടിയെന്ന് SKSSF പ്രവർത്തകർ പറയുകയും ചെയ്യുന്ന
തർക്കത്തിലുള്ള മുടികളെ കുറിച്ച് സംവാദം നടത്താൻ വേണ്ടിയുള്ള വ്യവസ്ഥ തയ്യാറാക്കാൻ 10/7/2011 ഞായർ മഗ്‌രിബിന് ശേഷം കാരികുളം ദാറുൽ ഉലൂം മദ്രസയിൽ വെച്ച് ഒരുമിച്ച് കൂടാൻ എസ്കെഎസ്എഫ് മേഖലാ ജനറൽ സെക്രട്ടറി റഫീഖ് സഖാഫിയും SYS മേഖലാ വൈസ് പ്രസിഡന്റ് അബ്ദുൽ നാസർ സഖാഫിയും ഒരുമിച്ച് 3/7/2011 കാരികുളത്ത് നടന്ന പൊതുയോഗത്തിൽ വെച്ച് പരസ്യമായി അംഗീകരിച്ച് ഒപ്പിടുന്നു. എന്താണ് എഗ്രിമെന്റിൽ ഒപ്പിടുന്നത്? ഷഅറെ മുബാറക് എന്ന് SSF SYS പ്രവർത്തകർ പറയുന്നതും വിവാദമുടിയെന്ന് SKSSF പ്രവർത്തകർ പറയുകയും ചെയ്യുന്ന തർക്കത്തിലുള്ള മുടികളെ കുറിച്ചുകൊണ്ട് സംവാദം നടത്താൻ, അതേതാ മുടി? SKSF പ്രവർത്തകർ പറയുന്ന വിവാദമുടിയും SSFകാർ ഷഅറെ മുബാറക് എന്ന് പറയുന്നതും അത് സാക്ഷാൽ മർക്കസിലുള്ള മുടി മാത്രമാ. ആർക്കായത് മനസ്സിലാവാത്തത്? വെല്ലൂരിലെ മുടിയെ കുറിച്ചുകൊണ്ട് തർക്കമുണ്ടോ? വെല്ലൂരിലെ മുടിയെ കുറിച്ചുകൊണ്ട് അവർ ഷഅറെ മുബാറക് എന്ന് അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സാക്ഷാൽ ഹസ്രത്ത് ബാലിലെ മുടിയെ സംബന്ധിച്ചുകൊണ്ട് അവരും ഷഅറെ മുബാറക് എന്ന് അംഗീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടില്ല. അത് സ്വീകാര്യമായ മുടി തന്നെയാണ് എന്ന് തന്നെയാണ് നമ്മളും പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ശരിയല്ല എന്ന് പറഞ്ഞതും നമ്മൾ വിവാദമാണെന്ന് പറഞ്ഞതും ഇപ്പോൾ വ്യാജമാണെന്ന് പറയുന്നതും അവർ ഷഅറെ മുബാറക് എന്ന് പറയുകയും ചെയ്യുന്നതായ മുടി അത് മർക്കസിലെ മുടിയ. അതിൽ നിന്നുകൊണ്ട് അവസാനം തർക്കം മാറി മാറി അവസാനം നമ്മുടെ വാദമതാ ബഹുമാനപ്പെട്ട മുസ്തഫ അഷ്റഫി വായിക്കുന്നു. അതിന്റെ ശേഷം നിങ്ങൾക്ക് നൗഷാദ് നമ്മുടെ വാദം ഓല പറയുന്നു. അതൊന്ന് കേൾക്കി. ഇത് ഇവിടുത്തെ സംവാദമാണ്. നമ്മളിവിടെ നേരത്തെ സൂചിപ്പിക്കുന്നതുപോലെ ഇരുപക്ഷക്കാരും ഒപ്പിട്ടത് പ്രകാരമുള്ളത് ഷഅറെ മുബാറക് എന്ന് SSF SYS പ്രവർത്തകർ പറയുന്നത് വിവാദ മുടിയെന്ന് SKSF പ്രവർത്തകർ പറയുകയും ചെയ്യുന്ന തർക്കത്തിലുള്ള മുടികളെ കുറിച്ച് സംവാദം നടത്തുക. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൽ തന്നെ നിന്നുകൊണ്ട് ഞങ്ങളെ വാദം എഴുതിയിരിക്കുകയാണ്. ലോകത്തുള്ളവർക്ക് പിന്നീട് നമുക്ക് ചർച്ച. ഇപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്ന ഇവിടെ ഇരുപക്ഷക്കാരും ഒപ്പിട്ടത് പ്രകാരമുള്ള അതേ രീതിയിലുള്ള വാദം ഞങ്ങൾ എഴുതിയിരിക്കുന്നു. ഞങ്ങളെ വാദം ഞങ്ങൾ വായിക്കാം. ഷഅറെ മുബാറക് എന്ന് SSF SYS പ്രവർത്തകർ പറയുന്നത് വിവാദ മുടിയെന്ന് SKS പ്രവർത്തകർ പറയുകയും ചെയ്യുന്ന ബഹുകാന്തപുരത്തിന്റെ മർക്കസിൽ സൂക്ഷിച്ച കേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് അല്ല. അതാ നമ്മൾ ഉന്നയിച്ച വാദം. എന്നാൽ മറുവിഭാഗത്തിന്റെ വാദം നോക്കി. ലോകത്ത് ഒരിക്കലും നടന്നിട്ടില്ലാത്ത ഇത്തരത്തിലുള്ള കബളിപ്പിക്കലുകൾ ജനങ്ങളെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് മർക്കസ് നിന്ന് വിട്ട് കഴിഞ്ഞ തവണ ഞങ്ങള് കീശേരിന്ന് പിടികൂടിയപ്പോ അവര് വെല്ലൂരിൽ പോയി ചർച്ച ചെയ്താലേ മർക്കസിലെ മുടി ചർച്ച ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞ് ഇപ്പം വെല്ലൂരിൽ നിന്നും പോയിട്ട് ലോകത്തുള്ള എല്ലാ മുടിയെ കുറിച്ചും ചർച്ച ചെയ്താൽ മാത്രമേ മർക്കസിലെ ചർച്ച ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. എന്തിനാന്നറിയോ? എന്തിനാ? മർക്കസിലുള്ളത് തെളിയിക്കാൻ പറ്റൂല. മർക്കസിലുള്ളത് തെളിയിക്കാൻ കഴിയൂല. ബാക്കിയുള്ള എല്ലാ മുടികളെ സംബന്ധിച്ചുകൊണ്ട് ചർച്ച ചെയ്താലേ എന്ന് പറഞ്ഞ് ലോകത്തുള്ള പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകൾ മുഴുവനും സാക്ഷാൽ വഹാബികൾ ഉന്നയിക്കുന്ന വാദഗതികളിലേക്ക് ശ്രദ്ധ തിരിച്ചു വിടുകയാ. എല്ലാറ്റിനും അസലില്ല, അടിസ്ഥാനമില്ല, സനദില്ല, സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്ന് ബോധിപ്പിക്കുന്ന രീതിയിൽ ചർച്ചകളിലേക്ക് കൊണ്ടുപോയിട്ട് ഇവരുടെ കയ്യിലുള്ള യാതൊരു അടിസ്ഥാനവും സ്ഥിരീകരിക്കാൻ കഴിയാത്തതായ മുടി കൊണ്ടുവന്നു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതായി ലോകത്തറിയപ്പെട്ട എല്ലാ മുടിയും ഞങ്ങളെ കയ്യിലുള്ളത് ശരിയല്ലേ, എന്നാ പിന്നെ ലോകത്തുള്ളതൊന്നും ശരിയല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടക്കുകയാണ്. അതിൽ നിന്റെ ഭാഗമായി കൊണ്ട് അവർ വായിക്കുന്ന വാദം അതൊന്ന് കേൾക്കൂ. വാദം ഇവിടെ നിങ്ങൾ രേഖപ്പെടുത്തുന്നു. വിഷയം നേരത്തെ ഇവിടുത്തെ രണ്ട് പ്രതിനിധികൾ എഴുതി തയ്യാറാക്കി. ഷഅറെ മുബാറക് എന്ന് SSF SYS പ്രവർത്തകർ പറയുന്നതും വിവാദമുടി എന്ന് SKSSF പ്രവർത്തകർ പറയുകയും ചെയ്യുന്ന തർക്കത്തിലുള്ള മുടികളെ കുറിച്ച് സംവാദം നടത്താനാണ് ഇവിടെ ലഭിച്ചുകൊടുക്കുന്നത്. ഇതാണ് വിഷയം. ഈ വിഷയത്തിൽ ഞങ്ങളുടെ വാദം ഇവിടെ രേഖപ്പെടുത്തുന്നു. സംശുദ്ധമായ കൈമാറ്റ പരമ്പര സനദ് കണ്ട് ബോധ്യപ്പെട്ട് ചേളാരി സമസ്തക്കാർ അംഗീകരിച്ച ഒരു തിരുമുടിയും ഇന്ന് ലോകത്തില്ല. അതാണ് ഞങ്ങളുടെ ഈ വിഷയത്തിലുള്ള ആദ്യത്തെ വാദം. സംശുദ്ധമായ കൈമാറ്റ പരമ്പരയിലൂടെയുള്ള ഒരൊറ്റ ഒന്നും ലോകത്തില്ല എന്ന് വരുത്തി തീർക്കുകയാണ്. എന്തിന്? ഇവരുടെ കയ്യിലുള്ള വ്യാജമുടി ശരിയാണെന്ന് വരുത്തി തീർക്കുവാൻ. അതങ്ങനെ വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ശ്രദ്ധകളിലേക്ക് ജനങ്ങളെ കബളിപ്പിക്കുന്നത്. ജനങ്ങളെ അത്തരത്തിലുള്ള ശ്രദ്ധകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് അപകടകരമാണ്. വഹാബിസത്തിനെ സഹായിക്കുവാനുള്ള നീക്കങ്ങളാണ്. ഇരിക്കട്ടെ, ഇവിടെ നമ്മൾ കഴിഞ്ഞ തവണ ഒരു അരിഷ്ടത്തിന്റെ കഥ പറഞ്ഞിരുന്നു. ഒരു അരിഷ്ടത്തിന്റെ കഥ. അതിന്റെ മുമ്പ് പകര മുഹമ്മദ് അഹ്സനി എന്ന് പറയുന്ന മനുഷ്യൻ
ഉസ്താദ്